ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ കരിക്കോം ദേവീക്ഷേത്രത്തിൽ നമ്മൾ സ്റ്റാളിടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെത്തിയൊരു 4 മണിയൊക്കെ ആയപ്പോഴായിരുന്നു. സ്റ്റാളിടാനുള്ള സ്ഥലം നോക്കി നടക്കുകയായിരുന്നു. അതിന് ശേഷം പക്ഷെ നമുക്ക് സ്റ്റാളിടാനുള്ള സ്ഥലം അപ്പോൾ ആദ്യമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം അവിടെ ആദ്യത്തെ ദിവസം മുതലേ സ്റ്റാളിട്ട ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരു 3/4 മണിക്കൂർ അന്വേഷിച്ചതിന് ശേഷമായിരുന്നു ഒരു ചെറിയൊരു സ്ഥലം കിട്ടി. അടുത്തുണ്ടായിരുന്ന ഒരു കുരുവിട്ടുകൊണ്ടിരുന്ന ഒരു അപ്പൂപ്പൻ കാര്യം പറഞ്ഞു, ഞങ്ങൾക്കൊരു സ്റ്റാളിടണം, ചെറിയ ഒരു ടേബിളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ എല്ലാം അവസാനം പുള്ളി നമ്മുടെ അടുത്ത് തിരിച്ചു പറയാം പുള്ളി തെലുങ്കാണെന്ന്. അങ്ങനെ പിന്നെ എനിക്ക് തെലുങ്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടും പുള്ളിക്ക് മലയാളം അറിഞ്ഞുകൂടാത്തതും കാര്യം അങ്ങോട്ടൊന്നും സെറ്റായില്ല. പിന്നെ തമിഴും തെലുങ്കും മലയാളം എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പറഞ്ഞിട്ടും പുള്ളിക്ക് കാര്യം പിടികിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നിപ്പോൾ അടുത്തിരുന്ന കടയിൽ ചേച്ചി പറഞ്ഞു അവിടെ ഇടാൻ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. സമയത്ത് അടുത്ത ബുക്ക് സ്റ്റാളിലെ 2 ചേട്ടന്മാർ ഒരു ചേച്ചിയും വന്നിട്ട് പറഞ്ഞു അവർ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമാണ് അതെന്ന്. എന്നിട്ട് അവർ നമുക്കവിടെ നിൽക്കാനുള്ള സ്ഥലം തന്നു. പക്ഷേ മെയിനായിട്ട് റോഡ് സൈഡ് ആയതുകൊണ്ടും തിരക്കെങ്ങനെയാണ് വരുന്നതെന്ന് അറിയാത്തതുകൊണ്ടും അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മളവിടെ നിന്ന് മാറാൻ തീരുമാനിച്ചു. അങ്ങനെ കരിക്കത്തമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ കുറച്ച് മാറിയിട്ടൊരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം സെറ്റാക്കിയപ്പോൾ ആൾക്കാരെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ആൾക്കാർ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ കാറ്ററിംഗ് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു അങ്കിൾ ഞങ്ങൾക്ക് ഫുഡും വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായി അവർ കൊളശ്ശേരത്തു നിന്നുള്ളതാണെന്ന്. അവർ നമ്മുടെ അടുത്ത് പൊങ്കാലയ്ക്ക് സ്റ്റാളിടാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എക്സാം ഉള്ളതാണ് സ്റ്റാളിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എവിടെയാണ് പഠിക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവർ നമുക്ക് ഇരിക്കാൻ വേണ്ടി കസാരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ദേവിയുടെ രഥം കൊണ്ടുവരുന്നതൊക്കെ കാണാൻ സാധിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര